നമുക്കിന്ന് ഒരു കേരള സ്റ്റൈൽ മോരുകറി ഉണ്ടാക്കാം. ആദ്യം തന്നെ നമ്മൾ ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്ത് വെക്കുക. എൻ്റെ കോപ്രായം ഒന്നും കണ്ട ജസ്റ്റ് ഒന്ന് ചെയ്തതാണ്. ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പം ഒരു വറ്റൽമുളക് കീറിയിട്ട് കൊടുക്കുക. അതിനുശേഷം ജീരകം ഇട്ട് കൊടുക്കണം. ജീരകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം 2 കൊച്ചുള്ളി, 2 വെളുത്തുള്ളി, 1 ഇഞ്ചി നന്നായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതൊരു ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഇളക്കുക. അതിൻ്റെ ഇടയ്ക്ക് അവൻ കയറി വന്ന് എന്തൊക്കെയോ കോപ്രായം കാണിച്ച് എന്നെ ചിരിപ്പിച്ചു. അത് മൈൻഡാക്കണ്ട. അതിനുശേഷം 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക, 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇളക്കുക. അപ്പോൾ നന്നായിട്ട് പൊട്ടിത്തെറിക്കും. അതാണ് ഇങ്ങനെ സ്പൂൺ പിടിച്ച് മാറ്റുന്നതൊക്കെ കണ്ടത്. പിന്നെ അതിലേക്ക് കായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ഇടുന്നത് ഞാൻ മറന്നുപോയി കേട്ടോ, എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. പിന്നെ നമ്മൾ തൈര് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. തൈര് മിക്സിയിലിട്ട് അടിച്ച് ലൂസാക്കി അതിൻ്റെ പുളിക്കനുസരിച്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് വീണ്ടും ഉപ്പിട്ട് കൊടുക്കുക, ഉപ്പ് കുറവാണെങ്കിൽ. പിന്നെ ജസ്റ്റ് ഒരു ആവി വരുമ്പം നമുക്ക് മനസ്സിലാവും മോരുകറി ഇവിടെ റെഡി ആയെന്ന്.